മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഹാവ് ലേർൺഡ് അബൌട്ട് ഇലക്ട്രോലിറ്റിക് സെൽസ്. ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും അല്ലേ. ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ എടുത്തു, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഒക്കേഴ്സ് അല്ലേ. അതായത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇൻ ദീസ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ chemical energy is converted into electrical energy. Chemical energy is converted into electrical energy. നേരത്തെ തന്നെ വ്യത്യാസമായിട്ട് റിഡോക്സ് റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Both oxidation and reductions occurs simultaneously. അതായത് ഒരു സൈഡിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതേ സെല്ലിന്റെ തന്നെ മറ്റൊരു സൈഡിൽ റിഡക്ഷൻ നടക്കും. അതിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത്. ഗാൽവാനിക് സെല്ലിന്റെ ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ഇലക്ട്രോകെമിക്കൽ സെൽ ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് chemical energy is converted into electrical energy as a result of indirect redox reaction occurring in it. അപ്പം ഒരു റിഡോക്സ് റിയാക്ഷൻ ഒരു സെല്ലിൽ നടക്കുന്നത് കൊണ്ട് കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും പറയണം. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഡി ഇലക്ട്രോണേഷൻ ആണ് നടക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ഡി ഇലക്ട്രോണേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്ന് പറയും. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ റിഡക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ മെറ്റലിന് ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ അതിനെ റിഡക്ഷൻ എന്ന് പറയും. ഇനി മുമ്പോട്ട് പഠിക്കുമ്പോൾ എന്താണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു റിയാക്ടിവിറ്റി സീരീസ് ആണ്. റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പല മെറ്റൽസിന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഡിഫറെന്റ് റേറ്റിലാണ് മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നതിന്റെ റേറ്റ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു റിയാക്ടിവിറ്റി സീരീസ് ആണ് എഴുതിയത്. ഇതിൽ മേൽഭാഗത്ത് ഉള്ളതിന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള മെറ്റൽസിനെ കഴിഞ്ഞും മുകളിലുള്ള മെറ്റൽസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഏറ്റവും മെയിൻ വേഗത്തിൽ റേറ്റിൽ റിയാക്ട് ചെയ്യുന്നത് പൊട്ടാസ്യം ആണ്. ദെൻ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയോൺ, നിക്കൽ, ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചില ഒരു ഷോർട്ട് ഇതായിട്ട് ഞാൻ ഇതിനെ പറഞ്ഞു തരികയാണ്. അതായത് ഫസ്റ്റ് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ ചില എന്താ പറയുക കുറുക്ക് വഴികൾ കൊണ്ട് ഇത് പഠിച്ചെടുക്കാം. പോസോക, മഗ്, അൽ, സിങ്ക്, ഐനി, ടിലെ, ഹൈക്കോസിഗോ. പോസോക, മഗ്,
അൽസിങ്ക്, അയനി, ടിലെ, ഹൈക്കോസിഗോ എന്നുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിസിലാണ് നമ്മൾ ഓക്സിഡേഷൻ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഓക്സിഡേഷൻ എവിടെ നടക്കും, റിഡക്ഷൻ എവിടെ നടക്കും എന്ന് തീരുമാനിക്കുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോലിറ്റിക് സെല്ലില് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ, chemical energy is converted into electrical energy. Chemical energy is converted into electrical energy. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർ ഇലക്ട്രോലിറ്റിക് സെൽ ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. ഏതില്? ഇലക്ട്രോലിറ്റിക് സെല്ലില് അല്ലെ. ഫോർ ഇലക്ട്രോകെമിക്കൽ സെൽ ഓർ ഗാൽവാനിക് സെൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലില് ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജുമാണ് ഇലക്ട്രോലിറ്റിക് സെല്ലില്. ഇലക്ട്രോകെമിക്കൽ സെല്ലില് ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള ആനോഡിലാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത്. എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? occurs at anode which have negative charge. നെഗറ്റീവ് ചാർജ് ഉള്ള ആനോഡിലാണ് എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള കാഥോഡിലാണ് എപ്പോഴും റിഡക്ഷൻ നടക്കുന്നത്. ഫോർ എ ഇലക്ട്രോ കെമിക്കൽ സെൽ, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് നെഗറ്റീവ് ചാർജ് ഉള്ള ആനോഡില് ഓക്സിഡേഷൻ നടക്കും, പോസിറ്റീവ് ചാർജ് ഉള്ള കാഥോഡില് റിഡക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ഗാൽവാനിക് സെല്ല് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഗാൽവാനിക് സെല്ലിന്റെ ഒരു സെറ്റപ്പ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോലിറ്റിക് സെല്ലില് നമ്മൾ ഒരു ഒറ്റ ബീക്കറിൽ തന്നെ 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയല്ലേ? ഒരൊറ്റ ബീക്കറിൽ തന്നെ 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ദർ ആർ 2 ബീക്കേഴ്സ്, ഈച്ച് വൺ, അതായത് ഓരോന്നിലും വ്യത്യസ്ത ഡിഫറെന്റ് സൊല്യൂഷൻസ് ആണ് നിറച്ചിരിക്കുന്നത്. ഇനി 2ലും ഓരോ ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് ഇലക്ട്രോഡ് ആണോ ഡിപ്പ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ ആയിരിക്കണം ആ ബീക്കറിലുള്ളത്. ഇവിടെ ഞാൻ ഡിപ്പ് ചെയ്ത ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ആണ്. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. ഇവിടെ ഞാൻ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് കോപ്പർ ഇലക്ട്രോഡ് ആണ്. therefore the solution taken was copper sulfate അല്ലെ. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് ഇലക്ട്രോഡ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഇലക്ട്രോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി ആനോഡിൽ എന്ത് നടക്കണം? ഓക്സിഡേഷൻ നടക്കണം. കാഥോഡിൽ എന്ത് നടക്കണം? റിഡക്ഷൻ നടക്കണം. അത് നമ്മള് ഇവിടെയുള്ള ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. എങ്ങനെയാണ് ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് ചൂസ് ചെയ്യുന്നത് അതും കൂടി പഠിക്കണ്ടേ? അതായത് നമ്മളിപ്പോ ഒരു സിങ്കും കോപ്പർ റോഡാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഏതിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ അതായിരിക്കും ആനോഡ്. ഓക്കെ, ഏത് മെറ്റലിനാണോ നമ്മൾ എടുക്കുന്ന 2 മെറ്റൽസില് ഏത് മെറ്റൽസിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ അതായിരിക്കും ആനോഡ്. ഇവിടെ നോക്ക്, കോപ്പറിനെ കഴിഞ്ഞും വളരെ ഹയസ്റ്റ് പൊസിഷനിലാണ് സിങ്ക് ഉള്ളത്. അതുകൊണ്ടാണ് സിങ്ക് നമ്മള് ആനോഡായിട്ട് എടുക്കുന്നത്, കോപ്പർ കാഥോഡായിട്ട് എടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സാൾട്ട് ബ്രിഡ്ജിന്റെ യൂസ് എന്താന്ന് നമുക്ക് അവസാനം പറയാം. നമ്മൾ ഈ ടിപ്പിക്കൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ്
in which chemical energy is converted into electrical energy. Anode has positive charge and cathode has anode has negative charge and cathode has positive charge. Then two solutions are collected with the salt bridge. ഇത് ഈ ഒരു ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. രണ്ട് സൊല്യൂഷനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏത് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കും. രണ്ട് ബീക്കറിലാണ് എടുക്കുന്നത്. അമ്മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കറണ്ട് പോകുമല്ലോ, ആ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ടിപ്പിക്കൽ ഗാൽവാനിക് സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആനോഡില് ഓക്സിഡേഷൻ നടക്കും. സാധാരണ നമ്മുടെ അടുത്ത് സെൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡ്. നോക്കുക, ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡ് ഏത് മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, സിങ്ക് മെറ്റലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഓക്സിഡേഷൻ എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അരോ മാർക്ക് ഇട്ടേക്കുക. മെറ്റൽ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അരോ മാർക്ക് ഇടുക. കാരണം ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഡി ഇലക്ട്രോണേഷൻ ആണ്. ഇലക്ട്രോൺസ് അതിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. Therefore, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ആണ്. ഞാൻ സിങ്ക് എന്ന് എഴുതി അപ്പോൾ തന്നെ ആരോ മാർക്ക് ഇട്ടു. സിങ്കിന്റെ വാലൻസി എത്രയാണ്? 2+ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സിങ്കിന്റെ വാലൻസി 2+ ആണ്. സിങ്ക് 2+ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയണം? 2 ഇലക്ട്രോണിനെ. 0യിൽ നിന്ന് 2+ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കളയണം. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഇലക്ട്രോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോ മാർക്കിന്റെ പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് ഇലക്ട്രോൺസ് വരുന്നത്. അതായത് ഇലക്ട്രോൺസ് സിങ്കിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ഡി ഇലക്ട്രോണേഷൻ. അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഡെഫിനേഷൻ കൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്ന സിങ്ക് ഇപ്പൊ സിങ്ക് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം ആനോഡില് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പം ആനോഡ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും മെറ്റൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ അരോ മാർക്ക് ഇട്ടോണം. മെറ്റൽ മാത്രമാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ദെൻ കാഥോഡിൽ എപ്പോഴും എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഞാൻ കാഥോഡിൽ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? കോപ്പർ. അപ്പൊ ഞാൻ കോപ്പർ എഴുതി, ഉടനെ നമുക്ക് അരോ മാർക്ക് ഇടാൻ പറ്റില്ല, റിഡക്ഷൻ ആണ്. ഇവിടുന്ന് എത്ര ഇലക്ട്രോൺസ് പോയോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് കോപ്പർ 2++2. കാരണം കോപ്പറിന്റെയും വലൻസി 2+ ആയതുകൊണ്ട് കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ മെറ്റൽ. മനസ്സിലായോ? കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ എന്നുള്ളതാണ് കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ്. നോക്കിക്കേ, ഇവിടെ റിയാക്റ്റൻസിന്റെ സൈഡിലാണ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കോപ്പർ ആയിട്ട് മാറുന്നു. ഇനി ഈ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റലിലുള്ള സിങ്ക്, പ്യുവർ ആയിട്ടുള്ള സിങ്ക് ഓക്സിഡേഷൻ നടന്ന് സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലിട്ട് വരുന്നു. +2 ഇലക്ട്രോൺ ആയിട്ട് സിങ്ക് 2++2 ഇലക്ട്രോൺ ആയിട്ട് സൊല്യൂഷനിലോട്ട് മാറുന്നു. ഇനി ഈ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കോപ്പർ 2+ ആയിട്ട് അയോൺസ് ഉണ്ടാവും. ഈ കോപ്പർ 2+ അയോൺസ് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ഈ കോപ്പർ റോഡിലോട്ട് ഡിസോൾവ് ചെയ്യുന്നു, ഇലക്ട്രോഡിലോട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഇവിടെ സൊല്യൂഷനിലോട്ട് വരുന്നു, ഇവിടെ ഇലക്ട്രോഡിലോട്ട് പോകുന്നു. അതാണ് റിയാക്ഷൻ. അപ്പൊ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ടോട്ടൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടി, ടോട്ടൽ റിയാക്ഷനെയാണ് നമ്മൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ഈ ഇലക്ട്രോൺസിന്റെ നമ്പർ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി.
അപ്പൊ എങ്ങനെ എഴുതാം? സിങ്ക് 0. സിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇലക്ട്രോഡിനെയാണ് കൺസിഡർ ചെയ്തത് അല്ലേ? സിങ്ക് സോളിഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്. അപ്പൊ ഞാൻ സിങ്ക് സോളിഡ് എഴുതി. ഈ ഇലക്ട്രോഡിനെയാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്ത് സിങ്ക് സോളിഡ്. പ്ലസ് ഇവിടെ കോപ്പർ 2+, അതായത് ഒരേ സൈഡിലുള്ളത് തമ്മിൽ ആഡ് ചെയ്യണം. സിങ്ക് പ്ലസ് കോപ്പർ 2+. കോപ്പർ 2+ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അല്ലേ റോഡിലോട്ട് പോകുന്നത്. അപ്പൊ ഇത് അക്വസ് ആണ്. അക്വസ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ 1 മോളാർ ആയിട്ട് എടുക്കുക. അക്വസ് ഗീവ്സ്. ഇനി ഈ സൈഡിലുള്ള രണ്ടും ആഡ് ചെയ്യണം. എങ്ങനെയാണ്? സിങ്ക് 2+. ഇലക്ട്രോഡിൽ ഉണ്ടായിരുന്ന സിങ്ക് 2+ ആയിട്ട് എവിടോട്ടാ പോയത്? സൊല്യൂഷനിലോട്ട്. ദെൻ അക്വസ് പ്ലസ് കോപ്പർ സോളിഡ്. കാരണം കോപ്പർ 2+ സൊല്യൂഷൻ ഉണ്ടായിരുന്നത് സോളിഡ് ആയിട്ട് ഇലക്ട്രോഡിലോട്ട് പോയി. അപ്പം ഇത് ഓക്സിഡേഷൻ റിയാക്ഷൻ, ഇത് റിഡക്ഷൻ റിയാക്ഷൻ, ഇത് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. എപ്പോഴും സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. റിഡോക്സ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി സൂചിപ്പിക്കണം. സോളിഡ് ആണോ അക്വസ് ആണോ എന്നുള്ളത് സൂചിപ്പിക്കണം. ഇനി സെല്ലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഒരു ഗാൽവാനിക് സെല്ലിനെ നമുക്ക് ഡിനോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സെൽ ഡയഗ്രം എന്നാണ് ആ മെത്തേഡിന് പറയുന്നത്. അപ്പം അതിന്റെ ലെഫ്റ്റ് സൈഡില് ആനോഡ്, ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആനോഡല്ല വരച്ചേക്കുന്നത്. അതുപോലെ സെൽ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ആനോഡിനെയാണ് ഡിനോട്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാഥോഡ് റിയാക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം ആനോഡിൽ നടന്നത് എന്തായിരുന്നു? സിങ്ക് സോളിഡ്, സിങ്ക് 2+ അക്വസ് ആയിട്ട് മാറി. 2 ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് അതല്ലേ നടന്നത്. അതായത് സിങ്ക് സോളിഡ് സിങ്ക് 2+ അക്വസ് ആയിട്ട് മാറി. അതല്ലായിരുന്നു ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ എന്നുള്ളതായിരുന്നു ഓക്സിഡേഷൻ റിയാക്ഷൻ. അതായത് സിങ്ക് സോളിഡ് അക്വസ് ഇതിലോട്ട് സിങ്ക് 2+ന് കൈമാറി. അപ്പൊ ഇതിന് 1 മോള് എപ്പോഴും നമ്മൾ 1 മോളായിട്ടാണ് എടുക്കുക. ഇനി നോക്കുക, സിങ്ക് സോളിഡ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ്. സിങ്ക് 2+ ആയിട്ട് മാറി എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇനി സിങ്ക് 2+ന്റെ അതായത് ആനോഡ് റിയാക്ഷൻ നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ഓക്സിഡേഷൻ നടന്ന റിയാക്ഷൻ നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 2 ലൈൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ലൈൻ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രസൻസ് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രസൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ 2 ലൈൻ ഇവിടെ കൊടുക്കുകയാണ്. ഇനി കാഥോഡ് റിയാക്ഷൻ എന്തായിരുന്നു? കോപ്പർ 2+ അക്വസ് 1 മോളിലുള്ള കോപ്പർ 2+ എന്തായിട്ട് മാറുകയാണ് ചെയ്തത്? കോപ്പർ ആയിട്ട് സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്നത് +2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ സോളിഡ് ആയിട്ട് മാറി. അപ്പം ഇത് ആനോഡ് റിയാക്ഷൻസ് കാണിക്കുന്നു, ഇത് കാഥോഡ് റിയാക്ഷൻസ് കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സെല്ല് ഡിനോട്ട് ചെയ്യുന്നത്. സെൽ ഡയഗ്രം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. ഇനിയിപ്പം സിങ്കും സിൽവറും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. സിങ്കും സിൽവറും തമ്മിലുള്ള വ്യത്യാസം ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിന് തന്നെയാണ് കൂടുതൽ, സിൽവറിന് വളരെ കുറവാണ്. നേരത്തെ എഴുതിയ ലിസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, അതിൽ അവസാനമാണ് സിൽവർ വരുന്നത്. ഓക്കെ, അപ്പം സിങ്കിന്റെ എങ്ങനെ തന്നെ വരും? ആനോഡിക് കമ്പാർട്ട്മെന്റിൽ തന്നെ വരും. കാരണം അതിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, റിയാക്ടിവിറ്റി കൂടുതലുണ്ട്. ഇനി കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ കോപ്പറിന് പകരം നമ്മൾ കോപ്പറിന് പകരം സിൽവർ എടുത്താൽ എന്താവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സിൽവർ എടുക്കുന്ന സമയത്ത്
സിൽവർ ആയിരിക്കും സൊല്യൂഷനിൽ. സിൽവറിന്റെ വലൻസി എത്രയാണ്? പ്ലസ് ആണ്, 2+ അല്ല. അക്വസ് 1 മോളാറിനുള്ള സിൽവർ എന്തായിട്ട് മാറും? Ag സോളിഡ് ആയിട്ട് മാറും. അങ്ങനെ ഏതെടുത്താലും നമുക്കൊരു ഈ സെൽ ഡയഗ്രാം അല്ലെങ്കിൽ സെൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിയാക്ടിവിറ്റി കൂടിയത് ആനോഡായിട്ട് എഴുതുക, റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡായിട്ട് എഴുതുക. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ്? ഞാനിവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് വരച്ചിട്ടുണ്ട്. അതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഷേപ്പ് എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് യു ഷേപ്ഡ് ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് concentrated solution of inert electrolyte like KCl, KNO3 പോലുള്ള ഇലക്ട്രോലൈറ്റ് ഒരു പേപ്പറിൽ അഗാർ അഗാർ ജെല്ലിലോ പേപ്പറിലോ മുക്കിയിട്ടുള്ള, ഒരു ഫിൽറ്റർ പേപ്പറിലോ അഗാർ അഗാർ ജെല്ലിലോ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. KCl, KNO3 മുതലുള്ളതാണ്. അത് ഇനേർട്ട് ആണ്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ട് ചെയ്യില്ല. രണ്ട് സൊല്യൂഷനായിട്ടും റിയാക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് സംഭവമാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സാൾട്ട് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻസ്, യൂസസ് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇറ്റ് കംപ്ലീറ്റ്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻ എ ഗാൽവാനിക് സെൽ. നമുക്കറിയാം ഇവിടെ ആനോഡില് 2 ഇലക്ട്രോൺസ് ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ആ കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കോപ്പർ 2+ ഇലക്ട്രോൺ സ്വീകരിച്ച് ഇവിടോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഇലക്ട്രിക്കിന് എനർജി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ എനർജി ഡിറ്റക്ട് ചെയ്യുന്നത്. സോ സാൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. രണ്ട് സൊല്യൂഷനെയും കൂടി കണക്ട് ചെയ്യുന്നത് സാൾട്ട് ബ്രിഡ്ജ് ആണ്. Then second application, it prevents the accumulation of charge in the 2 electrolyte solution of the cell. അതായത് ഈ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന് വേണമെങ്കിൽ അയോൺസിന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാണ്ട് ചാർജസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ചാർജ് മൈഗ്രേഷനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അക്യുമുലേഷൻ ഓഫ് ചാർജ് ഇൻ 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നു. മൂന്നാമത്തത് ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. 2 ഹാഫ് സെല്ലും, അതായത് ഈ ഒരു സെല്ലിനെ മാത്രം നമ്മൾ പറയാ ഹാഫ് സെൽ, അടുത്ത ഹാഫ് സെല്ലാണ് ഇത്. അപ്പൊ ഈ 2 ഹാഫ് സെല്ലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ആസ് എ ഹോൾ ന്യൂട്രൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും? സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ആൻഡ് ഫോർത്ത് ആപ്ലിക്കേഷൻ, ഇറ്റ് പ്രിവെന്റ്സ് മെക്കാനിക്കൽ മിക്സിംഗ് ഓഫ് 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അതായത് ഈ 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാണ്ട്, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലാണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകും. അപ്പൊ സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ഈ 2 ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇന്റർ മിക്സിങ് നടക്കാതെ ഇരിക്കാൻ വേണ്ടിയും ഈ സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ഐഡിയാസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ.